ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതലുള്ള വാക്യങ്ങൾ. പരീശന്മാരിൽ ഒരുവനായ ശിമോന്റെ ആതിഥേയത്വം സ്വീകരിച്ച യേശു അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. ആ നേരത്താണ് ആ പട്ടണത്തിലെ ഒരു സ്ത്രീ അവിടേക്ക് വന്ന് യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നതും കണ്ണീരുകൊണ്ട് യേശുവിന്റെ കാൽ തുടച്ച് വില കൂടിയ പരിമളതൈലം പൂശുന്നു. എന്നാൽ ഈ ഒരു പ്രവൃത്തിയിൽ ആതിഥേയനായ പരീശൻ നീരസപ്പെടുന്നതും ചില ചോദ്യങ്ങൾ കൊണ്ട് യേശുവിനോട് കലഹിക്കുന്നതുമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പരീശൻ നാം ഉൾപ്പെട്ട ലോകത്തിന്റെ പ്രതിനിധിയാണ്. ഒരു മനുഷ്യന്റെ ഭൂതകാല പ്രവൃത്തികളെ മുൻനിർത്തി വിധിക്കുന്ന മനോഭാവത്തിന്റെ പ്രതിനിധി. എന്നാൽ ഇവിടെ യേശു ഭൂതകാലത്തിനപ്പുറം അവളുടെ ഹൃദയം കാണുന്നു. യേശു നോക്കിയത് അവൾ ആരായിരുന്നു എന്നുള്ളതല്ല, ആരായി മാറുന്നു എന്നുള്ളതാണ്. യേശുവിലുള്ള അവളുടെ വിശ്വാസം, ഭക്തി, വിധേയത്വം എന്നിവയാണ് ഇനി അവളെ നിർവചിക്കേണ്ടത്. മറിച്ച് അവളുടെ കഴിഞ്ഞുപോയ ജീവിതമോ അവളുടെ പാപ സ്വഭാവവുമല്ല എന്നും ദൈവിക സ്നേഹവും വീണ്ടെടുപ്പും അതെല്ലാവർക്കും വേണ്ടിയാണ് എന്നും യേശു ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. No matter our past mistakes, we are never beyond God's love and redemption. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇന്നും ഭൂതകാലത്തിൽ കുടുങ്ങിക്കിടക്കുകയാണോ? അതോ യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ തടസ്സമായി നമ്മുടെ ഭൂതകാലത്തെ നാം അനുവദിക്കുകയാണോ? എങ്കിൽ ഈ സ്ത്രീയെപ്പോലെ ഉള്ളതുപോലെ നമ്മെ അറിയുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് വിശ്വാസത്തോടെ നമുക്കും അടുത്തുകയല്ല. നാം ആരായിരുന്നു എന്നുള്ളത് യേശുവിന് പ്രശ്നമേ അല്ല. മറിച്ച് നാം ആരായിത്തീരുന്നു എന്നുള്ളതും നമ്മുടെ വിശ്വാസവുമാണ് യേശു നോക്കുന്നത്. കാരണം യേശു എന്നെയും നിങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.